പരിശുദ്ധമായ വഅദിന്റെ സദസ്സായ സഹാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസമായ ഇന്ന് നമുക്ക് ലഭിക്കുന്നത് മഹത്തായ ഒരു ഭാഗ്യമാണ്. കാരണം നമുക്കിന്ന് കേരളത്തിൽ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രവാചകൻ നമ്മുടെ ആമ്പലൂരിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യ മനസ്സുകളിൽ മാറ്റത്തിന്റെ മാറ്റൊലികൾ സൃഷ്ടിച്ചുകൊണ്ട് യുവാക്കളടക്കമുള്ള മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പവിത്രഗണ്യമായ ദർശനങ്ങൾ പകർന്നു കൊടുക്കുന്നതിനും അതുവഴിയായി പരിശുദ്ധമായ ദീനിൽ നിന്നൊക്കെ വ്യതിചലിച്ച് സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെ പരിശുദ്ധമായ ദീനിന്റെ പാന്താവിലേക്ക് കൊണ്ടുവരുവാനും പരിശുദ്ധരായ സ്ത്രീ സമൂഹത്തെ ഉന്നതമായ കുടുംബ ജീവിതങ്ങളിലൂടെയും അതുപോലെ തന്നെ മാതൃകാപരമായ മഹതികളുടെ ചരിത്രങ്ങളിലൂടെയും ഒക്കെ അവരെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരാക്കി മാറ്റുകയും അവിടെയൊക്കെ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ദീനിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന ഉജ്ജ്വല വാഗ്മി എന്ന് പറഞ്ഞാൽ അത് മതിയാകാത്ത ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇനിയുള്ള 2 ദിവസം നമ്മുടെ മഹത്തായ മതപ്രഭാഷണ പരമ്പര നയിക്കുന്നതിൽ ബഹുമാനപ്പെട്ട AM നൗഷാദ് കാക്കവി കീഴിലാണ്. വേറെ ഒരു കാര്യവും അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഉമ്മമാരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനിയും വരാനൊക്കെ മടിച്ചിരിക്കുന്ന ആൾക്കാർ പരിശുദ്ധമായ വാദിന്റെ സദസ്സിലേക്ക് കടന്നു വരികയും ഭാവി ജീവിതം പാചകമാക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വിജ്ഞാനം നുകരുകയും അതുവഴിയായി ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുകയും ചെയ്യാൻ അല്ലാഹുതആല നമുക്ക് തൗഫീഖ് നൽകുമാർ. വഅദ് ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പ് സഹാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വകയായി ഒരു ഉപഹാരം ഉസ്താദിന് നൽകുന്നു. قولوا تكبير قولوا تكبير قولوا تكبير. الحمد لله الحمد لله الحمد لله كل يسير ويعمل لا يحتاج الى البيان والتفسير. أفوض أمري إلى الله أفوض أمري إلى الله أفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
بهما والله يا خير الخلائق إنني سوقك روحي فدا لك سيد الأبرار نفسي فداك قائد الأنصار بذلي بإفلاسي بفقري بفاقتي إليك رسول الله أمسيت أهرب തിരുമുത്തായ മലരെ ഗുരു ത്വാഹ റസൂൽ സലാം റസൂൽ സലാം ത്വാഹ റസൂൽ സലാം സത്തായ ദീനിൻ ഇമ്പസത്തായ നബിയെ ഗുരു ത്വാഹ റസൂൽ സലാം റസൂൽ സലാം ത്വാഹ റസൂൽ സലാം ഇന്നും ദിനിൻ ജീവനെ ത്യാഗം ചെയ്തവരാ ദുർമാർഗത്തിൻ വിത്തുകളെ തൂത്തെറിഞ്ഞവരാ മുത്തു മുസ്തഫ നബിയാ അല്ലാഹുവിൻ പൂവേ ആരും കൊതിക്കും തേനേ അല്ലാഹുവിൻ പൂവേ ആരും കൊതിക്കും തേനേ അന്ത്യ റസൂൽ തങ്ങളെ ഞങ്ങളെ നീ കാട്ടല്ല അന്ത്യ റസൂൽ തങ്ങളെ ഞങ്ങളെ നീ കാട്ടല്ല സത്തായ ദീനിൽ ഇമ്പസത്തായ നബിയെ ഗുരു ത്വാഹ റസൂൽ സലാം റസൂൽ സലാം ത്വാഹ റസൂൽ സലാം മക്കാവിൻ മണമേ തിരുമുത്തായ മലരെ ഗുരു ത്വാഹ റസൂൽ സലാം റസൂൽ സലാം ത്വാഹ റസൂൽ സലാം. ഏറ്റവും സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ ബഹുമാന്യനായ ഉസ്താദുകളെ, ഈ വിശുദ്ധ മജ്‌ലിസിലേക്ക് ചേർന്ന മറ്റ് പണ്ഡിതന്മാരെ, സഹാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ദീനീ തൽപരരായ സഹോദരങ്ങളെ, അമല്ലൂർ മുസ്ലിം ജമാഅത്തിന്റെ സംഘാടക സമിതിയിലെ സഹോദരങ്ങളെ, പല സ്ഥലങ്ങളിൽ നിന്ന് ഈ വിശുദ്ധ മജ്‌ലിസിലേക്ക് ചേർന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, മകന്മാരെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കരുണാവാരിധിയും ഔദാര്യവാനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ദുആഇന് ഇജാബത്തുള്ള മജ്‌ലിസാക്കി മജ്‌ലിസിനെ അല്ലാഹു മാറ്റുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷമങ്ങളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, വേദനകളും അല്ലാഹു ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് നമ്മിൽ നിന്ന് മാറ്റിത്തരികയും സന്തോഷമുള്ള ജീവിതം നയിച്ച് ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിച്ചുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ വിജയത്തിന് വേണ്ടി ആരെല്ലാം ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർക്കെല്ലാം കരുണക്കടലായ പടച്ചറബ് അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമായ കഴക്കൂട്ടം, അതിന്റെ പരിസര പ്രദേശങ്ങളിൽ അല്പസ്വല്പം ദീനീ ചൊവ്വയും ചൈതന്യവും ഉള്ള ഒരു പ്രദേശമായിരുന്നു ആമ്പല്ലൂർ എന്ന് പറയുന്നത്. ഇന്ന് ആ ഒരു ചൈതന്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സംശയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടു പോയ ദീനിന്റെ ചൈതന്യം വീണ്ടെടുക്കുവാനും ഈമാനികമായി ഉയർച്ചകൾ പടവുകൾ താണ്ടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സുനൊന്ന് ഞാൻ ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ബാങ്കിന് ശേഷം